ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിൽ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കാൻ നമ്മുടെ അച്ചാമ്മ ശ്രുതിയോടായിട്ട്, ശ്രുതി നിൻ്റെ അച്ഛൻ എന്താ വരാത്തത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ആകെ പരുങ്ങുകയാണ്. ഈ ഒരു സമയത്ത് ബീരാനിക്ക എന്തായാലും ഒരു നല്ല കഥ തന്നെ പറഞ്ഞേക്കാം, ജോഷി സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാനുള്ളതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പുതിയ കഥയങ്ങ് ഇറക്കി വിടാണ് കേട്ടോ. കഥ പറയുന്നത് ഇങ്ങനെയാണ്. ശ്രുതിയുടെ അച്ഛൻ വലിയൊരു പണക്കാരനാണ്. അദ്ദേഹത്തിന് സ്വന്തമായൊരു ATM തന്നെയുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ഭാര്യയും മകളെയും നോക്കാൻ അദ്ദേഹത്തിന് നേരമുണ്ടായിരുന്നില്ല. ഭാര്യയ്ക്കൊരു അസുഖമുണ്ടായിരുന്നു എന്ന് പോലും അവർക്കറിയുകയില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇളയച്ചൻ്റെ കഥകൾ കേട്ട് നമ്മുടെ ശ്രുതി വായം പൊളിച്ചിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ബീരാനിക്ക വീണ്ടും പറയുന്നുണ്ട്, ശ്രുതിയുടെ അമ്മ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് സ്വന്തം ഭാര്യയെ നോക്കാൻ സമയമുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതിക്കൊരു കോള് വരുന്നത് കേട്ടോ. വിളിക്കുന്നത് ശ്രുതിയുടെ അമ്മയാണ്. എന്നിരുന്നാലും ശ്രുതി പറയുകയാണ്, ഒരു സുഹൃത്താണ്, സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഫോണും കൊണ്ട് മാറി നിൽക്കുകയാണ്. അവിടെ ചെന്നതിന് ശേഷം അമ്മയുടെ വിശേഷങ്ങളും അമ്മയ്ക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ എന്നൊക്കെ തിരക്കിയതിന് ശേഷം വേഗം തന്നെ കോള് കട്ട് ചെയ്യുകയും ചെയ്യട്ടോ. ശ്രുതി തിരികെ വരുന്ന സമയത്തും ബീരാനിക്ക പറയുന്നു, ശ്രുതിയുടെ അമ്മ മരിച്ചു ഉടനെ തന്നെ ശ്രുതിയുടെ അച്ഛൻ വേറൊരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിച്ചു. അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ അച്ഛനോട് ഇത്രയും ദേഷ്യം എന്നൊക്കെ ബീരാനിക്ക പറയുമ്പോഴത്തേക്കും അതിനെന്തിനും എത്ര ദേഷ്യപ്പെടുന്നത്, അദ്ദേഹത്തിന് ഒരു തുണ വേണമെന്ന് തോന്നിക്കാണും എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ മരിച്ചു പോയെന്ന് വിചാരിക്കുക, ആ ഒരു സമയത്ത് ഇദ്ദേഹം വേറൊരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്കത് സഹിക്കുമോ? ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ്, ഉദാഹരണത്തിനായിട്ട് ഞാൻ മരിക്കണമെന്ന് തന്നെ പറയാനായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, നിങ്ങൾ സഹിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര മറുപടി ഒന്നും പറയുന്നില്ല. ഈ സമയത്ത് ബീരാൻ പറയുകയാണ്, ഇത് തന്നെയാണ് ശ്രുതിയുടെ പ്രശ്നം. ശ്രുതിയുടെ അമ്മ മരിച്ചു പോയ സമയത്ത് അച്ഛൻ വേറെ വിവാഹം കഴിച്ച ശ്രുതിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞോട് ശ്രുതിയുടെ അമ്മ മരിച്ചു എന്ന രീതിക്ക് സംസാരിക്കുന്ന കാണുമ്പോഴത്തേക്കും ശ്രുതി വേഗം പറയുകയാണ്, മതി, ഒന്ന് നിർത്തുന്നുണ്ടോ, എൻ്റെ അമ്മ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയും ശ്രുതിയും എല്ലാവരും തന്നെ ഇരുന്നോടത്തുനിന്ന് എഴുന്നേൽക്കാണ്ട് ഞെട്ടിത്തിരിച്ച്. ഈ ഒരു സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്താ പറഞ്ഞത്, നിന്റെ അമ്മ മരിച്ചു പോയെന്നല്ലേ ഞങ്ങളോട് പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി ഒന്ന് പരുങ്ങിയാണ്. എന്നിരുന്നാലും ശ്രുതി അപ്പം തന്നെ ഒരു കള്ളക്കഥയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ശ്രുതി പറയുകയാണ്, എൻ്റെ അമ്മ എൻ്റെ മനസ്സിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, എൻ്റെ അമ്മ മരിച്ചു എന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാനാവുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ആകെ സങ്കടപ്പെടുകയാണ്. ഈ ഒരു സമയത്ത് ചന്ദ്രയെ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് സമാധാനിപ്പിക്കാനുണ്ട്. അതിനുശേഷം ശ്രുതിയോടായിട്ട്, ശ്രുതി പോയി കരിമ്പ് വെട്ടിക്കൊണ്ടുപോവാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ് കേട്ടോ. കരിമ്പുമായി വരുന്ന ശ്രുതി പലതവണയായിട്ടും കരിമ്പ് ഒടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അവസാനം നമ്മൾ സച്ചി വന്നിട്ട് കരിമ്പിന് താഴെ എന്ന് പറഞ്ഞ് മേടിച്ചെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടനൊക്കെ കരിമ്പൊക്കെ ഒടിക്കാൻ അറിയോ? പിന്നെ അവൻ ചെറുപ്പം മുതൽ ഇവിടെ വളർന്നല്ലേ, അവൻ എല്ലാ കാര്യങ്ങളും അറിയാം, അവൻ നല്ല സൂപ്പറായിട്ട് കരിമ്പ് ഒടിക്കുമെന്നൊക്കെ അച്ഛമ്മ മറുപടി പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി കരിമ്പൊടിക്കുന്നത് കാണുമ്പോഴത്തേക്കും ശ്രീകാന്തും വർഷയും രേവതിയും എല്ലാം തന്നെ ആശ്ചര്യത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുകയാണ്. ചന്ദ്രനെ ശ്രുതിയെ നോക്കിയിട്ട് ഒരു കരിമ്പ് പോലും ഒടിക്കാതെ അറിയാത്തവൻ എന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പെണ്ണുങ്ങളെല്ലാം തന്നെ, അതായത് അച്ചാമ്മയും ചന്ദ്രയും ശ്രുതി വർഷ രേവതി ഇവരെല്ലാവരും കൂടെ അകത്തിരുന്ന് കരിമ്പ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷ ചോദിക്കുന്നുണ്ട്, ശ്രുതി ചേച്ചി ആർ യു ഓൾ റൈറ്റ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ കുഴപ്പമില്ല, അന്നേരം എൻ്റെ ഇളയച്ചൻ അമ്മ മരിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇമോഷണലായി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് എന്ന് പറയുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, അല്ലെങ്കിലും പ്രിയപ്പെട്ടവർ വിട്ടുപോയി കഴിഞ്ഞാൽ ആർക്കും അത് സഹിക്കാനാവില്ല, എൻ്റെ അച്ഛൻ മരിച്ചു പോയ സമയത്ത് എനിക്കത് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു, ഇപ്പോഴും എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ചു എന്ന് വിശ്വസിക്കാനായിട്ടില്ല എന്നൊക്കെ രേവതി പറയുകയാണ്. ഈ ഒരു സമയം തന്നെ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാവരും നല്ല നിമിഷം ഞാനായിട്ട് തന്നെ കളഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര വേഗം പറയുകയാണ്, മോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, മോൾക്ക് അമ്മയായിട്ട് ഞാനില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതിയെ ചേർത്ത് നിർത്തി ചന്ദ്ര സമാധാനിപ്പിക്കുന്നത് കാണുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കരമായിട്ട് തന്നെ സങ്കടമാവുന്നുണ്ട്. കാരണം ഒരു തവണ പോലും നമ്മുടെ ചന്ദ്ര ഇതേ രീതിയിൽ രേവതിയോട് പെരുമാറിയിട്ടില്ല അല്ലേ. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും അച്ചാമ്മ പറയുന്നുണ്ട്, ചന്ദ്ര നീ മക്കളെയും 3 രീതിയിലാണ് കാണുന്നത്, മരുമക്കളെയും എങ്കിലും ഒരു രീതിക്ക് കാണാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ്, അതിന് ഞാൻ വർഷയെ മകളായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും വർഷയും ശ്രുതിയും മാത്രമല്ലല്ലോ, രേവതി നിന്റെ മരുമകളല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിന് രേവതിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. വേഗം തന്നെ അച്ഛമ്മ പറയുന്നുണ്ട്, അങ്ങനെ ശ്രുതിയുടെ അമ്മയും ജീവിച്ചിരിപ്പുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ അവളെയും ചേർത്ത് പിടിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് വൈകി പറയുകയാണ്, പറഞ്ഞത് നേരാണ്, എനിക്ക് ഓൾറെഡി ഒരു അമ്മയുണ്ട്, അതിനെ കൊണ്ട് തന്നെ എനിക്ക് പൊറുതിമുട്ടിരിക്കുകയാണ്, എനിക്ക് ഇനി വേറൊരു അമ്മയെ വേണ്ട, എൻ്റെ ആൻറ്റിയായി തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് തിരിച്ചടി കിട്ടുക പോലെ അവസ്ഥയാവുകയാണ് കേട്ടോ. അതിനുശേഷം അച്ഛമ്മ വീണ്ടും 3 മരുമക്കളെയും ഒരേ രീതിയിൽ തന്നെ കാണണമെന്നൊക്കെ സംസാരിക്കുകയാണ്. എന്നാൽ ചന്ദ്രയ്ക്ക് അതൊന്നും തീരെ പിടിക്കുന്നില്ല കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിക്ക് കൊടുത്തിരിക്കുന്ന കരിമ്പ് ഇതുവരെയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ, ശ്രുതിയാണെങ്കിൽ മൽപ്പിടുത്തം നടത്തുന്ന കരിമ്പിനോട് എന്നിട്ട് ചോദിക്കുകയാണ്, ഇതെന്താ വല്ല മരപ്പലകയും മറ്റുമാണ്, കടിച്ചിട്ട് പൊട്ടുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എടാ അത് കടിച്ച് പറിച്ചെടുക്ക്, പല്ലിനൊക്കെ ബലം ഉണ്ടാവട്ടെ. അപ്പോൾ ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതിയുടെ ഇളയച്ചൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ശ്രുതി കരിമ്പ് കഴിക്കുന്ന കാണുമ്പോഴത്തേക്കും ഇളയച്ചൻ പറയുകയാണ്, ദേ ഈ കരിമ്പ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്തിൻ്റെ എല്ലിൽ നിന്ന് ഇറച്ചി വിട്ട് കഴിക്കുന്ന രീതിക്കാണ്, അത്രയ്ക്ക് കഠിനമാണ് ഈ കരിമ്പ് തിന്നുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിയും ശ്രീകാന്തും എല്ലാവരും തന്നെ ഇളയച്ചൻ ഇങ്ങനെ നോക്കുകയാണ്. ഈ ഒരു സമയം തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ.
അതിനുശേഷം ഇളയച്ചൻ വീണ്ടും പറയുകയാണ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പോത്തിൻ്റെ എല്ലാണോ ആടിൻ്റെ എല്ലാണോ സോഫ്റ്റ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വീണ്ടും എല്ലാവരും ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് മഹേഷ് സച്ചിയോടായിട്ട് പറയുകയാണ്, ദേ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ആടിൽ തന്നെ വന്നെത്തിയല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇളയച്ചൻ എല്ലാം കൊളമാക്കും എന്ന് കരുതിക്കൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി പറയുകയാണ്, ഇളയച്ച വാ വന്ന് കിടക്ക്, ഇളയച്ചൻ നല്ല ക്ഷീണമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ രാവിലെ ഒരുപാട് നേരം കടന്നിറങ്ങിയത്, അതുകൊണ്ട് എനിക്ക് വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല എന്ന് പറയുക കേട്ടോ. അങ്ങനെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മഹേഷ് സച്ചിയോടായിട്ട് പറയുകയാണ്, സച്ചി സ്കോച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കണം എന്ന് പറയുമ്പോഴത്തേക്കും രവി ചോദിക്കുകയാണ്, എന്താണ് രണ്ടുപേരും അവിടെ നിന്ന് സ്വകാര്യം പറച്ചില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ല ഈ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് മഹേഷ് പറഞ്ഞതായിരുന്നു എന്ന് സച്ചി മറുപടി പറയുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ബീരാനിയൊക്കെ ചാടി എഴുന്നിട്ട് പറയുകയാണ്, അതെയോ എന്നാൽ നാട് ചുറ്റാൻ ഞാനും ഉണ്ട്, ഈ ഒരു നാടൊക്കെ എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവിടെ കാണാൻ പറ്റുന്ന ഒന്നുമില്ല എന്ന് ശ്രുതി മറുപടി പറയുന്നുണ്ട്. അന്നേരം തന്നെ സച്ചി പറയും, ഇവിടെ കാണാനില്ലെന്ന് ആരാ പറഞ്ഞത്, നിനക്കൊന്നും അറിയില്ല, ഈ നാട്ടിൽ വളർന്നതാണ് ഞാൻ, എനിക്കറിയാം ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, കുന്നുകൾ മലകൾ മാടുകൾ എന്നൊക്കെ പറയുമ്പോഴത്തേ മാടുകളോ, ഇവിടെ മാടുകളുണ്ടോ, ഇവിടെ കുറഞ്ഞ വിലയ്ക്കാനും കൂടിയ വിലയ്ക്കാനും മാടുകൾ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പം തന്നെ ശ്രുതി പറയുകയാണ്, ഇളയച്ചൻ മതി, ഇവിടെ ഇളയച്ചൻ വാ, ഇളയച്ചൻ നല്ല ക്ഷീണം ഉണ്ടെന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഇളയച്ചൻ നാടൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് വരട്ടെ മോളെ എന്ന് രവി പറയുകയാണ്. രവി പറഞ്ഞതുകൊണ്ട് തന്നെ എതിർത്ത് സംസാരിക്കാൻ ശ്രദ്ധിക്കുകയാകുന്നില്ല കേട്ടോ. അങ്ങനെ ബീരാനിക്ക നാട് കാണാനായിട്ട് നമ്മുടെ സച്ചിയുടെയും മഹേഷിൻ്റെ കൂടെ പോവുകയാണ്. സച്ചിയുടെ ഉദ്ദേശം വന്നത് ബീരാനിക്കയിലൂടെ എങ്ങനെയെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കുക എന്ന് തന്നെയാണ്. ഈ ഒരു സമയത്ത് ശ്രുതി പറയുകയാണ്, ശ്രുതി നീ അവരുടെ കൂടെ ചെല്ലാൻ പറയുമ്പോഴത്തേക്കും അവരുടെ കൂടെ ഞാനൊന്നുമില്ല, ഈ കരിമ്പ് കടിച്ച് പിടിച്ച് ഞാൻ ആകെ ക്ഷീണിച്ചു, ഞാനന്ന് പോയി കടന്നുറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി റൂമിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് ശ്രുതി വീണ്ടും പറയും, ശ്രുതി നീ അവരുടെ കൂടെ ചെല്ലും, ഞാൻ പറയുന്നൊന്ന് കേക്ക് എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയും സച്ചിയും മഹേഷും ബീരാനിക്കയും കൂടി പാടത്തിൻ്റെ നടുവിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ആടിൻ്റെ കരച്ചിൽ കേൾക്കുന്നപ്പോഴത്തേക്കും ബീരാനിക്ക പറയുകയാണ്, സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഒരു ആടിൻ്റെ കരച്ചിലല്ലേ കേട്ടത്, ആടിനൊക്കെ ഇവിടെ ഭയങ്കര റേറ്റ് ആണല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ്, ഇളയച്ച നമ്മൾ ആടിനെ കാണാനൊന്നും വന്നല്ലോ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിയും മഹേഷും പറയുകയാണ്, നീ എവിടെ നിൽക്കടാ, ഇളയച്ചന് നാടൊക്കെ ഒന്ന് ചുറ്റി കാണിക്കട്ടെ എന്ന് പറയുകയാണ്. ഈ സമയത്ത് മഹേഷ് സച്ചിയോടായിട്ട് പറയുന്നുണ്ട്, എടാ സ്കോച്ച് കൊണ്ടുവന്നൊന്നും ചോദിക്കടാ എന്ന് പറയുകയാണ്. സച്ചി വേഗം തന്നെ ബീരാനിക്കടായിട്ട് മലേഷ്യയിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ, കുപ്പി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നിനക്ക് ഈ ഒരു വിചാരം മാത്രമുള്ളൂ അല്ലേ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, മിണ്ടായിരിക്കടാ ഇളയച്ച പറ, കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ മലേഷ്യയിൽ നിന്ന് 5 കുപ്പി കൊണ്ടുവന്നു, നിങ്ങൾ 3 മക്കൾക്കും പിന്നെ നിങ്ങളുടെ അച്ഛനും എനിക്കൂടെ കഴിക്കാനായിട്ട്, നിങ്ങളുടെ അച്ഛൻ നന്നായിട്ട് വീശുകയെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ അച്ഛനെ പറ്റി അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, എൻ്റെ അച്ഛൻ കഴിക്കൊന്നുമില്ല, പിന്നെ നിങ്ങൾ ഈ ഇരുവരും അച്ചാമ്മയുടെ മുന്നിൽ വെച്ച് പറയായിരുന്നേ അച്ചാമ്മ ഞങ്ങൾ ചവിട്ടിക്കൂട്ടിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ബീരാനിക്കയെ തല്ലാനായിട്ട് ഒഴുങ്ങിയാണ്. ഈ ഒരു സമയത്ത് ബീരാനിക്ക പറയുന്നുണ്ട്, എന്നെ നിനക്കറിയില്ല, ഞാൻ വെട്ടിക്കൂട്ടി തൂക്കി കൊടുക്കും ഞാൻ എന്നൊക്കെ ഈ കച്ചവടക്കാർ ശൈലിയിൽ ഇങ്ങനെ ബീരാനിക്ക സംസാരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഏകദേശം സത്യങ്ങൾ മനസ്സിലാക്കി നിൽക്കുന്ന സച്ചിയെയും മഹേഷിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.